ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ആരും വിചാരിക്കരുത് കേട്ടോ, ഡിവോഴ്സ് പ്രോസസ്സ് ഭയങ്കര ഈസിയാണ്. മേ ബി ലീഗലി നമ്മൾ മ്യൂച്വലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിരിക്കും. ബട്ട് അതിൽ കൂടി അല്ലെ അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതാണ്. അപ്പോൾ കുറേ സ്റ്റേജിൽ കൂടി നമ്മൾ ഈ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന തീരുമാനത്തിൽ തന്നെ എത്തുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരിക്കും കേട്ടോ. അതായത് ഇത് എന്താ ചുറ്റും നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. എസ്പെഷ്യലി ലവ് മാരേജ് കൂടിയാണെങ്കിൽ നമ്മളൊരാളെ വെച്ചിട്ട് നമ്മൾ ലൈഫ് പ്ലാൻ ചെയ്യുകയാണ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒരു ആർക്കിടെക്ട് പ്ലാൻ വരയ്ക്കുന്ന മുതൽ നമ്മളെല്ലാം വരച്ച് ആ സെറ്റ് അടിപൊളി നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ വരികയാണ്. ആ പ്ലാൻ ഫുൾ തകിടം മറിയാണ്. നമുക്ക് എന്താ മനസ്സിലാവുന്നില്ല കേട്ടോ. ചുറ്റും നമ്മൾ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത കുറേ ദിവസങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയല്ലല്ലോ നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് അല്ല, എന്തൊക്കെയോ നടക്കുന്നതെന്ന് കുറേ തോന്നുന്ന കുറേ ദിവസങ്ങളുണ്ടാവും. ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അനലൈസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ഇത് നമ്മുടെ ലൈഫാണോ, ഇത് നമുക്ക് വേണോ? മേ ബി അത് ഫുൾ ഭയങ്കര ഒരു കുറേ കരച്ചിലിൻ്റെ ദിവസമായിരിക്കും. കുറേ മീൻസ് നമ്മൾ ചാർലി ചാപ്ലിൻ വന്ന് എന്തെങ്കിലും ചെയ്താൽ പോലും നമുക്ക് ചിരി വരത്തില്ല. അങ്ങനത്തെ കുറേ നിമിഷങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. പിന്നെ നമ്മളിത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നിയിട്ടുള്ള സാധനം, നമ്മളിത് ആരടുത്ത് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളിങ്ങനെ ഇത് ചിന്തിക്കും, ഇത് ആരടുത്ത് സംസാരിക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കുറേ മനസ്സിലാവും. നമ്മൾ കറക്റ്റ്ലി എന്നല്ല, നമുക്ക് വേണ്ടൊരു സപ്പോർട്ട്, നമ്മളെ കുറ്റപ്പെടുത്താതെ നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് തരുന്ന മനുഷ്യന്മാരാരാന്ന് നമ്മൾ തിരിച്ചറിയും. ബട്ട് അത് ആ ആളെ തിരഞ്ഞെടുക്കുക ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതും അനുസരിച്ചിരിക്കും നമ്മുടെ ഡിസിഷൻ. ചില ആൾക്കാരെ പെട്ടെന്ന് പറയാതെ വേണ്ട ഡിവോഴ്സ്, പക്ഷെ ചില ആൾക്കാർ നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കും. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് കുറച്ചുകൂടി പറ്റുന്ന കാര്യമാണോ, ഇതിങ്ങനെ ചെയ്യുന്നതിന് ഇങ്ങനെയൊക്കെ ആയിരിക്കും കോൺസിക്വൻസ് വരിക, ഈ കോൺസിക്വൻസ് നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ചില ആൾക്കാർ. നമ്മൾ റോങ്ലി ഭയങ്കരമായിട്ട് കൈയൊഴിയും. നിന്റെ ലൈഫ് അല്ലേ, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്, അങ്ങനെ പറയുന്ന ആൾ. നമ്മൾ അതും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ പറയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്റ്റേജ് എത്തും, വീട്ടുകാരടുത്ത് പറയേണ്ട സ്റ്റേജ്. എനിക്ക് ഈ ഒരു ആരടുത്ത് സംസാരിച്ചു അതുപോലെ ഇമ്പോർട്ടൻറ്റ്, മേ ബി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമായിരുന്നു ഫാമിലി സപ്പോർട്ട്. ബിക്കോസ് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ മേ ബി ഞാൻ ഇപ്പോഴും ഈ ഒരു ഡിസിഷൻ എടുക്കില്ലായിരുന്നിരിക്കാം. ആ ഫാമിലി സപ്പോർട്ട് കിട്ടും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും നേരത്തെ ഈ ഡിസിഷൻ എടുക്കുമായിരുന്നിരിക്കും. ഫാമിലി സപ്പോർട്ട് മീൻസ് നമ്മൾ തള്ളി പറയല്ല, നമ്മൾ കുറച്ച് ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും ലവ് മാരേജിലൂടെ ആകുമ്പോൾ സാധാരണ വീട്ടിൽ നടത്തുക. അപ്പം അത് പൊളിഞ്ഞു നമ്മൾ എങ്ങനെയാ ചെന്ന് പറയുക, നമ്മൾ വലിയ കാര്യത്തിൽ ബാധിക്കുകയല്ലേ, ഇല്ലോ ഇത് അടിപൊളിയാണ്, ഇതാണ് മൈ ലൈഫ്, ഇതെൻ്റെ ലൈഫാണ്, ഞാൻ എടുക്കുന്ന തീരുമാനം. അങ്ങനെ നമ്മൾ കുറച്ച് ബാധിച്ചിട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം മോശമായി നമ്മളൊന്ന് പറയണം, എനിക്ക് ആ തീരുമാനത്തിൽ നിന്ന് പുറത്ത് വരണം എന്ന് പറയണം. അങ്ങനെ കുറച്ചധികം ഇമോഷണൽ ഡ്രാമ അല്ലെങ്കിൽ കുറച്ചധികം ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജാണ് നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ലീഗൽ പ്രോസസ്സിന് മുന്നേ. ഇത് സർവൈവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ ഡിവോഴ്സ് സ്റ്റേജിൽ എത്തിയത്. അത് ഭയങ്കര ഈസിയാണ്. മറ്റത് സർവൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചിരിക്കുന്ന കാണണം എന്ന് ആഗ്രഹമുള്ള കുറേ ആൾക്കാർ നമ്മളെ കാണും കേട്ടോ. അപ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ചിരിയൊക്കെ എന്ത് എളുപ്പമായിരുന്നു പണ്ട് എന്ന് മനസ്സിലാവും. ഉറക്കം അതുപോലെ കട്ടിൽ ചെന്നിങ്ങനെ കിടന്നാൽ മതിയായിരുന്നു പണ്ട് ഉറങ്ങുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ മീൻസ് ആ ഒരു സ്റ്റേജിൽ നമ്മളിങ്ങനെ നമ്മുടെ തല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരിക്കലും കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ റോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ്. ഒരിക്കലും അല്ല, ഡിവോഴ്സ് ഇസ് നോട്ട് എൻ ഈസി പ്രോസസ്. ലീഗലി ഈസി ആയിരിക്കും, പക്ഷേ മെൻ്റലി ഇമോഷണലി ഒന്നും ഈസി അല്ല. അപ്പോൾ ഒരിക്കലും അത് കണ്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷണലിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇമോഷണൽ പുറത്ത് എടുക്കേണ്ട തീരുമാനമേ അല്ല ഡിവോഴ്സ്.